ഗൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്ന യൂണിറ്റ് 1 വീഡിയോയുടെ പാർട്ട് 2 സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ യൂണിറ്റ് 1 നമുക്ക് പേരൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടാവും, വെൽഫെയർ ഫൗണ്ടേഷൻസ് ഓഫ് ഇക്കണോമിക് പോളിസി. സോ അതിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ പാർട്ട് 2 വീഡിയോ എന്ന് പറയുമ്പോൾ പാർട്ട് 1ൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് എക്കണോമിക്സും വെൽഫെയർ എക്കണോമിക്സും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഒരു കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഡിസ്കസ് ചെയ്തു. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ SWF എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കി. ആൻഡ് അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള SIC സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ അതുവഴി നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ഡിഫറെന്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസിലേക്ക് പോയി. അതായത് യൂട്ടിലിറ്റേറിയൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, പിന്നെ അതേപോലെ തന്നെ സ്കിറ്റോസ്കി ബർഗ്സൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആൻഡ് റോൾസിയൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്നാണ് ഡിഫറെന്റ് ആയിട്ടുള്ള SWF നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബാക്കി ഈ ഒരു ചാപ്റ്ററിലെ പോർഷൻസ് ആയിട്ടുള്ള പാരറ്റോ ഒപ്റ്റിമാലിറ്റി, അതേപോലെ തന്നെ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ, വെൽഫെയർ തിയറീസ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്നത്, ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എഫിഷ്യൻസി ആൻഡ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി. സോ എഫിഷ്യൻസി ആൻഡ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു പാർട്ടിൽ രണ്ട് ഫണ്ടമെന്റൽ വെൽഫെയർ തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ എഫിഷ്യൻസി ആൻഡ് പാരറ്റോ ഒപ്റ്റിമാലിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ വെൽഫെയർ തിയറം 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി വിച്ച് അലോസ് free trading among individuals, any mutually beneficial trading will result in efficient distribution of resources or goods. സോ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമിയിൽ അവിടെ എന്താണ് നിങ്ങൾക്ക് അറിയാം, ഫ്രീ ട്രേഡിംഗ് പോസിബിൾ ആണ്. ഓക്കെ, സോ ഫ്രീ ട്രേഡിംഗ് അലോ ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമിയിൽ എന്താണ് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡിംഗ് എന്തിൽ റിസൾട്ട് ചെയ്യും, ഒരു എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സിൽ അല്ലെങ്കിൽ എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിൽ റിസൾട്ട് ചെയ്യും. എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പാരറ്റോ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വെൽഫെയർ തിയറം ഇംപ്ലൈ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഡിമാൻഡും സപ്ലൈയും അല്ലെ. സോ മാർക്കറ്റ് ഫോഴ്സസിന് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ, വിത്തൗട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ മാർക്കറ്റ് ഫോഴ്സസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ലീഡ് ടു എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന വേറൊരു കാര്യം, അസ്യൂമിങ് നോ എക്സ്റ്റേണാലിറ്റീസ്. അസ്യൂം ചെയ്യുന്നത് ഇവിടെ എക്സ്റ്റേണാലിറ്റി ഇല്ല, മാർക്കറ്റ് പവർ ഇല്ല, അതേപോലെ തന്നെ പബ്ലിക് ഗുഡ്സ്, ഇങ്ങനത്തെ ഡിസ്റ്റോർഷൻസ് ഒന്നും ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാർക്കറ്റ് ഫോഴ്സ് എലോൺ അവർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ പാരറ്റോ ക്രൈറ്റീരിയൻ നിങ്ങൾക്ക് അറിയാം. പാരറ്റോ ക്രൈറ്റീരിയൻ എന്താന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പാരറ്റോ ക്രൈറ്റീരിയൻ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, പാരറ്റോ ക്രൈറ്റീരിയൻ സജസ്റ്റ് ദാറ്റ് എന്താണ് അലോക്കേഷൻ ഇസ് എഫിഷ്യന്റ്. അലോക്കേഷൻ എപ്പോഴാണ് എഫിഷ്യന്റ് ആവുന്നത്, ഒരാൾ ബെറ്റർ ഓഫ് ആവുകയാണ് വിത്തൗട്ട് മേക്കിംഗ് എനി വൺ വേഴ്സ് ഓഫ്. ആരും വേഴ്സ് ഓഫ് ആക്കാതെ ഒരാൾ ബെറ്റർ ഓഫ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്, പാരറ്റോ ക്രൈറ്റീരിയന്റെ ക്രൈറ്റീരിയൻ അതാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എഡ്ജ്വർത്ത് ബോളി ബോക്സ്. ഓക്കെ, എഡ്ജ്വർത്ത് ബോളി ബോക്സിൽ വരുന്നത് ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ്ഡ് ടു ഇല്ലുസ്ട്രേറ്റ് ഹൗ ടു ഇൻഡിവിജ്വൽസ് ക്യാൻ ട്രേഡ് ഗുഡ്സ് ടു റീച്ച് എൻ എഫിഷ്യന്റ് അലോക്കേഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു പാരറ്റോ ക്രൈറ്റീരിയന്റെ ബേസിസിൽ എങ്ങനെയാണ് ഒരു എഫിഷ്യന്റ് അലോക്കേഷനിലേക്ക് മാർക്കറ്റ് ഫോഴ്സസ്, ഒരു കോമ്പറ്റേറ്റീവ് ഇക്കണോമിയിൽ മാർക്കറ്റ് ഫോഴ്സസ് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിന്റെ ആ ഒരു ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഒരു എഡ്ജ്വർത്ത് ബൗളി ബോക്സ് എന്ന് പറയുന്നത്. സോ അത് എന്താണ്, രണ്ട് ഇൻഡിവിജ്വൽസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അവർ ട്രേഡ് നടത്തിക്കൊണ്ട് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത് ഗുഡ്സ് ട്രേഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു എഫിഷ്യന്റ് അലോക്കേഷനിൽ എത്തുന്നത്, അതിന്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എഡ്ജ്വർത്ത് ബോളി ബോക്സ് വരുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു ഗ്രാഫിലേക്ക് പോവാണ്. സോ ഇതാണ് ഒരു എഡ്ജ്വർത്ത് ബോളി ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് അതിൽ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുക, 2 ഇൻഡിവിജ്വൽസ്, അതേപോലെ തന്നെ 2 ഗുഡ്സ്. ഓക്കെ, 2 ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് എ ആൻഡ് ബി, എ അതേപോലെ തന്നെ ഇവിടെ ബി ഉണ്ട്, എയും ബിയും രണ്ട് ഇൻഡിവിജ്വൽസ് ആണുള്ളത്. രണ്ട് ഗുഡ്സ് ആണ്, ഗുഡ് 1 ഗുഡ് 2.
ഓക്കെ. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ട് കമ്മോഡിറ്റി ആണ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതേപോലെ തന്നെ ഈ രണ്ട് ഇൻഡിവിജ്വൽസ് അവരുടെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ദിൽ ട്രൈ ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. ഓക്കെ. ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ബോക്സിന് എന്തുണ്ട്, രണ്ട് ഒറിജിൻ ഉണ്ട്. ഒ എ ഒ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഒറിജിൻ ഉണ്ട്. ഒ എ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എന്റെ ഒറിജിനും ഒ ബി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിന്റെ ഒറിജിനും ആണ്. ആൻഡ് ഇതാണ് ഗുഡ് വൺ, ഇൻഡിവിജ്വൽ എന്റെ ഗുഡ് വൺ, ഇൻഡിവിജ്വൽ ബിന്റെ ഗുഡ് ടു, സോറി ഇൻഡിവിജ്വൽ എന്റെ ഗുഡ് ടു. ആൻഡ് ഒ ബി വരുന്ന സമയത്ത് ഇതാണ് ഇൻഡിവിജ്വൽ ബിന്റെ ഗുഡ് വൺ, ഇൻഡിവിജ്വൽ ബിന്റെ ഗുഡ് ടു. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. രണ്ട് ഗുഡ്സ് അതന്നെ നമ്മളിവിടെ പറഞ്ഞ ബോത്ത് ഗുഡ്സ് ആർ മെഷേർഡ് ഓൺ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്. അതന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നോക്കുവാണ്, the two utility levels UA0 and UB0 are the subsistence indifference curve. Sorry, sustenance indifference curve below which the individuals will not choose any level of utility. അപ്പൊ നോക്കാണ്, ഈ ഒരു കർവിൽ നോക്കുവാണെങ്കിൽ UA0 അതേപോലെ തന്നെ UB0. അപ്പൊ ഈ UA0 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എന്റെ സസ്റ്റനൻസ് ഇൻഡിഫറൻസ് കർവ് ആണ്. സസ്റ്റനൻസ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ബിലോ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി പൊസിഷൻ ഇൻഡിവിജ്വൽ ചൂസ് ചെയ്യില്ല. ബിക്കോസ് അത്രയെങ്കിലും അയാൾക്ക് അത് ആവശ്യമാണ്. ഓക്കെ, സർവൈവലിന് വേണ്ടിയിട്ട് അയാൾക്ക് അത് ആവശ്യമാണ്. അതിന് താഴെയുള്ള ഒരു യൂട്ടിലിറ്റി ലെവൽ കൺസ്യൂമർ ഒരിക്കലും ചൂസ് ചെയ്യില്ല. സോ UA0 ആണ് ഇൻഡിവിജ്വൽ എന്റെ സസ്റ്റനൻസ് ലെവൽ ഇൻഡിഫറൻസ് കർവ്, UB0 ആണ് ഇൻഡിവിജ്വൽ ബിന്റെ സസ്റ്റനൻസ് ലെവൽ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, മൂവിങ് ഫ്രം പോയിന്റ് ഇ ടു പോയിന്റ് എഫ്. അതായത് പോയിന്റ് ഇ, ഇവിടെ നോക്കുകയാണെങ്കിൽ പോയിന്റ് ഇ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ എന്റെ ഇനീഷ്യൽ അലോക്കേഷൻ ആണ്. അവിടുന്ന്, സോ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ, അവിടുന്ന് പോയിന്റ് എഫിലേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. പോയിന്റ് എഫിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് പാരറ്റോ ക്രൈറ്റീരിയൻ ബേസിസിൽ ഒരു എഫിഷ്യന്റ് അലോക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. മൂവിംഗ് ഫ്രം പോയിന്റ് ഇ ടു പോയിന്റ് എഫ് ത്രൂ ഫ്രീ ട്രേഡ് ഇസ് എ പാരറ്റോ ഇംപ്രൂവ്മെന്റ് ബിക്കോസ് വൺ ഇൻഡിവിജ്വൽ ഗെയിൻസ് ആൻഡ് വൈൽ ദ അതർ വൺ ഡസ് നോട്ട് ലൂസ്. ഓക്കെ, സോ പോയിന്റ് ഈ ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ആണ്. അവിടുന്ന് എഫിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് പാരറ്റോ ക്രൈറ്റീരിയന്റെ ബേസിസിൽ പറയാൻ അതൊരു പാരറ്റോ ഇംപ്രൂവ്മെന്റ് ആണ്. ബിക്കോസ് അവിടെ ഒരു ഇൻഡിവിജ്വല് ഗെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അവിടെ ലൂസ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ എഫിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, അവിടെ ബി ഗെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം എ ലൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് അതിനൊരു പാരറ്റോ ഇംപ്രൂവ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുവാണ്, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് കണ്ടു, പാരറ്റോ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഒരു പാരറ്റോ ഇംപ്രൂവ്മെന്റ് പൊസിഷൻ ആയിട്ട് നമ്മൾ എഫ് കണ്ടു. അതേപോലെ തന്നെ അപ്പൊ ഈ ഒരു ആ എഫ് എന്ന് പറയുന്നത് എന്താ, ഒരു പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് ഫ്രം ദ വ്യൂ ഓഫ് വെൽഫെയർ തിയറം 1. സോ വെൽഫെയർ തിയറം 1ന്റെ ബേസിസിൽ അതെന്താണ്, ഒരു പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് ആണ്. ഓക്കെ, പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് ആണ്. ഈ എഫ് കൂടാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം FGH എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റും എന്താണ്, പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോ ഈ പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കുകയാണ്. ഓക്കെ, കർവ് വരയ്ക്കുകയാണെങ്കിൽ ആ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്ട് കർവ്. Okay, contract curve shows all Pareto optimal allocation. അല്ലെങ്കിൽ നമുക്ക് പറയാം contract curve is the tangency points of indifference curve. Okay, so നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ എഫ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിന്റെ ടാൻജൻസി പോയിന്റ് ആണ്, ജി എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ടാൻജൻസി പോയിന്റ് ആണ്, എച്ച് എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ടാൻജൻസി പോയിന്റ് ആണ്. FGH ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ട് കർവ്. ആ കോൺട്രാക്ട് കർവ് എന്താണ് കാണിക്കുന്നത്, എല്ലാ ഒപ്റ്റിമൽ ലെവൽ പോയിന്റ്സ് ആണ്, പാരറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഏത് പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് നോക്കിയാലും അവിടെ എന്തായിരിക്കും, MRS. ഓക്കെ, MRS എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആണ് അല്ലെ. സോ ഈ MRS രണ്ട് ഇൻഡിവിജ്വലിന്റെയും MRS എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് അത് ആ ഒരു ഏത് പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് MRS A is equal to MRS B is equal to പ്രൈസ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, ഇനി പറയുന്നത് ഫസ്റ്റ് വെൽഫെയർ theorem states that under perfect competition a free market leads to a Pareto efficient allocation of resources. നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് വെൽഫെയർ തിയറത്തിന്റെ ബേസിൽ പറയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഫ്രീ മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് എഫിഷ്യൻസിയാണ് അല്ലെ. എഫിഷ്യൻസി ഇവിടെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു എഫിഷ്യൻസി എന്ത് ചെയ്യില്ല, എഫിഷ്യൻസി ഡസ് നോട്ട് ഗ്യാരണ്ടി ഫെയർനെസ്. Okay, efficiency does not guarantee fairness or equity in the distribution of goods and wealth. Okay, so ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫിഷ്യൻസി എന്ത് ചെയ്യില്ല, ഈ ഒരു ഫെയർനെസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഗ്യാരണ്ടി ചെയ്യില്ല എന്നാ പറയുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഫെയർനെസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഗ്യാരണ്ടി ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം.
ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ മനസ്സിൽ തോന്നാം. എന്താണ്? വിച്ച് എമംഗ് ദ, നമ്മളിപ്പോ പറഞ്ഞു ആ കോൺട്രാക്ട് കർവിലുള്ള പോയിന്റ്സ് ഒക്കെ എന്താണ്? ഒപ്റ്റിമൽ, പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ്സ് ആണ്. പക്ഷെ ആ പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? വിച്ച് എമംഗ് ദ ഇൻഫിനിറ്റ് പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ്സ് ഓൺ ദ കോൺട്രാക്ട് കർവ് ഇസ് ദ ബെസ്റ്റ് അലോക്കേഷൻ? സോ ഈ ഒരു ഫസ്റ്റ് തിയറത്തിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാന്ന് പറയാൻ പറ്റില്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്കറിയാം, കോൺട്രാക്ട് കർവിലുള്ള എല്ലാ പോയിന്റ്സും എഫിഷ്യന്റ് ആണ്. പക്ഷെ ബെസ്റ്റ് ഏതാന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് വെൽഫെയർ തിയറം എവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വെൽഫെയർ തിയറും യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറും. ഓക്കെ, ഇനി നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വെൽഫെയർ തിയറം. ഓക്കെ, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So UPF is a curve. So utility possibility frontier നമ്മൾ ഷോർട്ട് ആയിട്ട് UPF എന്ന് വിളിക്കുവാണ്. UPF is a curve that represent all possible combinations of utility for two individuals that satisfies Pareto efficiency. രണ്ട് ഇൻഡിവിജ്വലിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ് കാണിക്കുന്നത്. ആ കോമ്പിനേഷൻ എന്തായിരിക്കും? പാരറ്റോ എഫിഷ്യൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും അതൊക്കെ. ഇത് എവിടെ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്? എഡ്ജ്വർത്ത് ബോക്സ് എന്നാണ് നമ്മൾ ഈ ഒരു എഡ്ജ്വർത്ത് ബോക്സിൽ ഉള്ള കോൺട്രാക്ട് കർവ് എന്നാണ് ഈ ഒരു UPF കർവ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ UPF-ലുള്ള കോൺട്രാക്ട് കർവിലുള്ള പോയിന്റ്സ് ഒക്കെ പാരറ്റോ എഫിഷ്യന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ UPF-ലെ എല്ലാ പോയിന്റും എന്തായിരിക്കും? പാരറ്റോ എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് UPF-ന്റെ ഇൻസൈഡ് ഉള്ള പോയിന്റ്സ്, എനി പോയിന്റ് ഇൻസൈഡ് ദ UPF എന്തായിരിക്കും? സബ് ഒപ്റ്റിമലും ആയിരിക്കും. ഓക്കെ, ഇനി UPF കർവിന്റെ ഷേപ്പ് നോക്കുവാണെങ്കിൽ അതൊരു കോൺകേവ് ഷേപ്പ് ആണ് ഉണ്ടാവുക, കോൺകേവ് ടു ദ ഒറിജിൻ. അതിന്റെ കാരണം എന്താണ്? മീനിങ് ദാറ്റ് ഇൻക്രീസ് ഇൻ വൺ പേഴ്സൺസ് യൂട്ടിലിറ്റി ദ അതർ മസ്റ്റ് ഗീവ് അപ്പ് മോർ ആൻഡ് മോർ ഓഫ് ദെയർസ്. ഓക്കെ, ഒരാളുടെ യൂട്ടിലിറ്റി കൂടണമെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം? ഗീവ് അപ്പ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് കോൺകേവ് ഷേപ്പ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ ഈ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, സോ UA എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് A, UB എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് B. സോ കോൺകേവ് ഷേപ്പ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഇവിടെ കൊടുത്തത് എന്താണ്? ഈ മൂവ്മെന്റ് ഫ്രം എ പോയിന്റ് ഇൻസൈഡ് UPF ലൈക്ക് A to a point on the UPF that is B, C or D is a Pareto improvement, meaning someone gains without anyone losing. Okay, so A എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഈ ഒരു UPF-ന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് സബ് ഒപ്റ്റിമൽ പോയിന്റ് ആണ്. ഈ A എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് B ആയിക്കോട്ടെ, D ആയിക്കോട്ടെ, C ആയിക്കോട്ടെ, ഏതിലേക്ക് മൂവ് ചെയ്താലും അത് എന്തായിട്ടാണ് പറയുന്നത്? പാരറ്റോ ഇംപ്രൂവ്മെന്റ് ആണ്. ബിക്കോസ് അവിടെ ആരും ലൂസ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും ലൂസ് ചെയ്യില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും ലൂസ് ചെയ്യില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും ലൂസ് ചെയ്യില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ ഗെയിൻ ചെയ്യും. ഓക്കെ, ഗെയിൻ ചെയ്യും. ആരും ലൂസ് ചെയ്യാതെ ഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പാരറ്റോ ഇംപ്രൂവ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ 3 പോയിന്റ് നോക്കിക്കേ, BCD. ഓക്കെ, അല്ലെങ്കിൽ ബിന്ന് സിയിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ബിന്ന് സിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നോക്കുക, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇപ്പം ഇത്രയാണ് യൂട്ടിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് ഇത്ര വരുന്നുണ്ട്, യൂട്ടിലിറ്റി ഓഫ് B എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ബിന്ന് ഡിയിലേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് A എന്താവും? ഇത്രയായിട്ട് കുറയും. ഓക്കെ, യൂട്ടിലിറ്റി ഓഫ് A കുറഞ്ഞു, യൂട്ടിലിറ്റി ഓഫ് B കൂടി. ഇനി നോക്കുക, സിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് A വീണ്ടും കുറഞ്ഞു, യൂട്ടിലിറ്റി ഓഫ് B ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ ഒരു BCD പോയിന്റ്സിൽ ബിന്ന് സിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ട്രേഡ് ഓഫ് ചെയ്യണം. ഒരാളുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് മറ്റൊരാളുടെ യൂട്ടിലിറ്റി ലൂസ് ചെയ്തുകൊണ്ടേ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കോൺകേവ് ഷേപ്പും വരുന്നത്. ഇനി നമ്മൾ വെൽഫെയർ തിയറം 2 ഡിസ്കസ് ചെയ്യാണ്. സോ വെൽഫെയർ തിയറം 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി, given that the indifference curve of individuals satisfy the standard properties for any initial distribution of goods among the individuals, any point on the utility possibility frontier is a point of equilibrium. ഒന്നുമില്ല, അവിടെ കൊടുത്തത് ഇത്രയേ ഉള്ളൂ. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിഫറൻസ് കർവ് അവരുടെ സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സമയത്ത് നമുക്കറിയാം യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ മേലെയുള്ള പോയിന്റ്സ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്താണ്? ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എങ്ങനെയാണ്? ഓക്കെ, അതിൽ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കാം. സോ ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, ബെസ്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ചൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വരുത്തണം? അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ചൂസ് ചെയ്യുന്നതിലുപരി വി ക്യാൻ സേ ദാറ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ആ ഒരു യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിലുള്ള പോയിന്റ്സ് ഒക്കെ എന്താണ്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ഇക്വിറ്റബിൾ ആയിട്ടുള്ള, ഫെയർനെസ് ഉള്ള, ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ എൻഡോമെന്റിൽ ഡിഫറൻസ് വരുത്തണം. അല്ലെങ്കിൽ ഇനീഷ്യൽ എൻഡോമെന്റിൽ റീഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്നാ പറയുന്നത്? ഓക്കെ, ഫെയർനെസ് ആൻഡ് ഇക്വിറ്റിയും കൂടി പോസിബിൾ ആവും.
അതാണ് വെൽഫെയർ തിയറം 2 പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നാച്ചുറലി അച്ചീവ് പാരറ്റോ എഫിഷ്യൻസി. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നാച്ചുറലി എന്ത് ചെയ്യും, അവർക്ക് പാരറ്റോ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റും. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഡിസൈഡ് വിച്ച് പാരറ്റോ എഫിഷ്യൻ അലോക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഫെയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഫെയർ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരറ്റോ എഫിഷ്യൻ അലോക്കേഷൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു വെൽഫെയർ തിയറം 2 പറയുന്ന ഇനീഷ്യൽ എൻജോയ്മെന്റ് റീഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഫെയർ ആയിട്ടുള്ള പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. റീഡിസ്ട്രിബ്യൂഷൻ ക്യാൻ അച്ചീവ് എനി ഫെയർ പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റ്. അതാണ് ഇവിടെ പറയുന്നത്. സോ കറന്റ് ഇക്വിലിബ്രിയം അൺഫെയർ ആണെന്ന് തോന്നുവാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഓക്കെ, റീഡിസ്ട്രിബ്യൂട്ട് ദ ഇൻകം ഓർ ഗുഡ്സ്. എങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ത്രൂ ടാക്സസ്, സബ്സിഡീസ് ഓർ ട്രാൻസ്ഫേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെ റിസോഴ്സസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും, ഒരു പുതിയ പാരറ്റോ ഒപ്റ്റിമൽ പോയിന്റിൽ റീച്ച് ചെയ്യും, എന്നിട്ട് സോഷ്യലി ഡിസൈറബിൾ ആവും, കുറച്ചുകൂടി സോഷ്യലി ഡിസൈറബിൾ ആവും. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് വെൽഫെയർ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോ സെക്കൻഡ് വെൽഫെയർ തിയറും UPF-ഉം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത വരുന്ന ഒരു കാര്യമാണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ്. സോ അപ്പൊ നിങ്ങൾക്ക് തോന്നാം, എന്തിനാണ് ഇപ്പൊ നമ്മളിപ്പോ 2 തിയറംസ്, വെൽഫെയർ തിയറംസ് പറഞ്ഞു, ഇനി എന്തിനാണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കുന്നത്? കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ വെൽഫെയർ തിയറത്തിൽ പറഞ്ഞു, റീഡിസ്ട്രിബ്യൂഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, ഫെയർനെസ് ഉറപ്പുവരുത്താൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ റീഡിസ്ട്രിബ്യൂഷൻ ബെനിഫിറ്റ്സ് എന്താവാം, ചില ഇൻഡിവിജ്വൽസിനാവാം റീഡിസ്ട്രിബ്യൂഷൻ വഴി ബെനിഫിറ്റ് കിട്ടുന്നത്, ചില ആളുകൾ എന്ത് ചെയ്യാം, അത് ഹാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ വന്നിട്ടുള്ളത്. ടു അഡ്രസ് ദിസ്, കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് gainers compensate losers while still remaining better off. സോ ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ് എന്താ പറയുന്നത്, ഗെയിനേഴ്സ് എന്ത് ചെയ്യണം, ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ബെറ്റർ ഓഫ് ആയി നിന്നുകൊണ്ട് തന്നെ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം, ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യണം. സോ ഇവിടെ വരുന്ന 3 കീ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് കാൽഡർ ക്രൈറ്റീരിയൻ, രണ്ടാമത്തെ ഹിഗ്സ് ക്രൈറ്റീരിയൻ, മൂന്നാമത്തെ സ്കിറ്റോസ്കി ക്രൈറ്റീരിയൻ. ഓക്കെ, സോ കാൽഡർ ക്രൈറ്റീരിയൻ നമുക്ക് നോക്കാം. കാൽഡർ ക്രൈറ്റീരിയൻ പറയുന്നത് അലോക്കേഷൻ ആൽഫ ഇസ് പ്രിഫേർഡ് ഓവർ ബീറ്റ if the gainers from moving to alpha can compensate the losers and still remain better off. ഒന്നുമില്ല, അവിടെ പറയുന്നത് എന്താണ്, ഗെയിനേഴ്സിന് ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ബെറ്റർ ഓഫ് ആയി നിന്നുകൊണ്ട് തന്നെ ഗെയിനേഴ്സിന് ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ അലോക്കേഷൻ എന്ത് ചെയ്യാം, ആ അലോക്കേഷൻ പ്രിഫർ ചെയ്യാന്നാ പറയുന്നത് കാൽഡർ ക്രൈറ്റീരിയന്റെ ബേസിസിൽ. അതായത് ഇവിടെ പറയുന്നത് എന്താ, ദിസ് മീൻസ് ദാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ഹാപ്പൻ ഇഫ് എ പൊട്ടൻഷ്യൽ കോമ്പൻസേഷൻ ഇസ് പോസിബിൾ. റീഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ എന്തുണ്ടാവണം, ഒരു കോമ്പൻസേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ്, ഒരു പുതിയ ഹൈവേ വരുവാണെങ്കിൽ, ന്യൂ ഹൈവേ വരുവാണെങ്കിൽ അത് ബിസിനസ്സുകാർക്ക് ബെനിഫിഷ്യൽ ആവും. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, ഡിസ്പ്ലേസസ് സം ചില ആളുകൾക്ക് എന്താവും, അവരുടെ വീട് നഷ്ടമാവും. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, റെസിഡൻസുകാരെ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അവരുടെ ലോസിനനുസരിച്ച് അവരെ കോമ്പൻസേറ്റ് ചെയ്യണം. അവര് ബിസിനസ്സുകാർ ഗെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യണം, ഗെയിൻ ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഗെയിൻ തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യണം, ഈ ഒരു മറ്റേ റെസിഡൻസുകാരെ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു പ്രോജക്റ്റ് ജസ്റ്റിഫയബിൾ ആണ്, കാൽഡർ ക്രൈറ്റീരിയന്റെ ബേസിസിൽ ഈ ഒരു പ്രോജക്റ്റ് ജസ്റ്റിഫയബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ക്രൈറ്റീരിയൻ ആണ് വരുന്നത്, ഹിഗ്സ് ക്രൈറ്റീരിയൻ. സോ അലോക്കേഷൻ ആൽഫ ഇസ് പ്രിഫേർഡ് ഓവർ ബീറ്റ ഇഫ് ദ ലൂസേഴ്സ് cannot profitably bribe the gainers to prevent the redistribution. ഈ ഒരു അലോക്കേഷൻ പോസിബിൾ ആവുന്ന എപ്പോഴാ വെച്ചാല് ലൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റരുത്, ഗെയിനേഴ്സിനെ ബ്രൈബ് ചെയ്യാൻ പറ്റരുത്. ആ ഒരു റീഡിസ്ട്രിബ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ലൂസേഴ്സിന് ഗെയിനേഴ്സിനെ ബ്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, അലോക്കേഷൻ പോസിബിൾ ആണെന്ന് പറയും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്, പോളിസി ഈസ് ആക്സെപ്റ്റബിൾ ഇഫ് ദ ലൂസേഴ്സ് കനോട്ട് പേ ഗെയിനേഴ്സ് ഇനഫ് ടു സ്റ്റോപ്പ് ദ ചേഞ്ച്. സോ ഈ ഒരു പോളിസി ആക്സെപ്റ്റബിൾ ആവുക എപ്പോഴാണ്, ലൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റരുത്, ഗെയിനേഴ്സിനെ ബ്രൈബ് ചെയ്യാൻ പറ്റരുത്, ആ ഒരു ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ബ്രൈബ് ചെയ്യാൻ പറ്റരുത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഫാക്ടറീസ് എന്ത് ചെയ്യാണ്, സബ്സിഡീസ് ലൂസ് ചെയ്യാണ്, കൺസ്യൂമേഴ്സിന് അതിന്റെ ഭാഗമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്, അവർക്ക് ലോവർ ടാക്സസ് വഴി ബെനിഫിറ്റ് ഉണ്ടാവും.
സോ ഈ ഒരു സിറ്റുവേഷനിൽ ലൂസ് ചെയ്യുന്ന ഫാക്ടറീസ് എന്ത് ചെയ്യാണ്, കൺസ്യൂമേഴ്സിന് മണി ഓഫർ ചെയ്യാൻ പറ്റരുത്. ഓക്കെ, മണി ഓഫർ ചെയ്തിട്ട് അവരെ ഈ ഒരു സബ്സിഡീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ടാക്സ് കട്ട് ജസ്റ്റിഫയബിൾ ആണ് അക്കോർഡിംഗ് ടു ഹിക്സ് റൂൾ. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ലൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റരുത്, ഗെയിനേഴ്സിനെ ബ്രൈബ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റരുത്, റീഡിസ്ട്രിബ്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റരുത്. അതാണ് ഹിക്സ് ക്രൈറ്റീരിയനിൽ വരുന്നത്. ഇനി സ്കിറ്റോസ്കി ക്രൈറ്റീരിയൻ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാൽഡർ ക്രൈറ്റീരിയനും ഹിക്സ് ക്രൈറ്റീരിയന്റെ ഒരു കോമ്പിനേഷൻ ആണ് അത്. അതായത് നമ്മൾ കാൽഡറിന്റെ ഐഡിയ എന്താണ്, അലോക്കേഷൻ ആൽഫ ഇസ് പ്രിഫേർഡ് ഓവർ ബീറ്റ ഇഫ് ഗെയിനേഴ്സ് കുഡ് കോമ്പൻസേറ്റ് ദ ലൂസേഴ്സ്. അതാണ് കാൽഡറിന്റെ ഐഡിയ വരുന്നത്. ഇനി ഹിക്സിന്റെ ഐഡിയ വരുന്നത് എന്താണ്, ലൂസേഴ്സ് കാനോട്ട് ബ്രൈബ് ദ ഗെയിനേഴ്സ് ടു സ്റ്റോപ്പ് ദ ചേഞ്ച്. അതാണ് ഹിക്സിന്റെ ഐഡിയ വരുന്നത്. ഇത് രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സ്കിറ്റോസ്കിന്റെ ഐഡിയ. അതിനെ നമ്മൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, സ്കിറ്റോസ്കീസ് ഡബിൾ ക്രൈറ്റീരിയ. ഓക്കെ, സ്കിറ്റോസ്കീസ് ഡബിൾ ക്രൈറ്റീരിയ. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇഫ് അർബനൈസേഷൻ ബെനിഫിറ്റ്സ് ബിസിനസ്സസ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, ബിസിനസ്സസ് ആൻഡ് വർക്കേഴ്സ്. സോ അർബനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെയും വർക്കേഴ്സിനെയും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഫാമേഴ്സിനെ ഹാം ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഭാഗമായിട്ട് ഈ മൂവ് എപ്പോഴാണ് ജസ്റ്റിഫയബിൾ ആവുക, ബിസിനസ്സിന് ഫാമേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പക്ഷെ ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റരുത്, ബിസിനസിനെ ബ്രൈബ് ചെയ്തിട്ട് ഈ ഒരു അർബൻ എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റരുത്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്കിറ്റോസ്കി ക്രൈറ്റീരിയന്റെ ബേസിസിൽ ഈ ഒരു മൂവ് ജസ്റ്റിഫയബിൾ ആണ്. ഓക്കെ, പക്ഷേ ഇത് നോക്കി വെക്കുക, ഈ ഒരു കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് തിയററ്റിക്കൽ ആണ്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് കോമ്പൻസേഷൻ ഒക്കെ നമ്മൾ പോസിബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഹാപ്പൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, അപ്ലിക്കേഷൻ ഓഫ് വെൽഫെയർ തിയറീസ് ഇൻ പബ്ലിക് ഇക്കണോമിക്സ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള വെൽഫെയർ കോൺസെപ്റ്റ്സ് നമ്മൾ പബ്ലിക് ഇക്കണോമിക്സിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 4 സിറ്റുവേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തത് മോണോപോളി പവർ. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ ഏതാണ്, പബ്ലിക് ഗുഡ്സ്. മൂന്നാമത്തത് എക്സ്റ്റേണാലിറ്റീസ്. നാലാമത്തത് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഇങ്ങനെ 4 സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഒന്നാമത്തത് മോണോപോളി പവർ. സോ മോണോപോളി പവർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിയിൽ ഫ്രീ ട്രേഡ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, വെൽഫെയർ മാക്സിമൈസേഷൻ അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട് എമംഗ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഓക്കെ, സോ പക്ഷേ ഈ ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ ആണ് നമ്മൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇക്കണോമിയിൽ പെർഫെക്റ്റ് കണ്ടീഷൻ ആണ് അസ്യൂം ചെയ്യുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷന് എന്ത് ചെയ്യാണ്, മാർക്കറ്റ് കണ്ടീഷൻ ഡീവിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് എന്തുണ്ടാവും, ഇൻഎഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു മോണോപോളി പവറിന്റെ ഇമ്പാക്റ്റ് ആണ് നോക്കുന്നത്. ആ ഒരു ഇമ്പാക്ട് നമ്മൾ ബയർ സൈഡിലും നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെല്ലർ സൈഡിലും നോക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എങ്ങനെയായിരിക്കണം, ഗവൺമെന്റ് എങ്ങനെയാണ് ഇന്റർവെൻ ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഗവൺമെന്റ് ഇന്റർവെൻഷൻ എങ്ങനെയായിരിക്കണം, അതുവഴി എങ്ങനെയാണ് എഫിഷ്യൻസി റീസ്റ്റോർ ചെയ്യുന്നത്, ഈ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് മോണോപോളി പവർ ഇൻ ദ ഗുഡ്സ് മാർക്കറ്റ്. ഓക്കെ, ഗുഡ്സ് മാർക്കറ്റ്. സോ ഗുഡ്സ് മാർക്കറ്റ് വരുന്ന സമയത്ത് ഇഫ് വൺ സെല്ലർ കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ്, ഒരു സെല്ലറാണ് നമുക്കറിയാം അതിന് മോണോപോളിസ്റ്റ് എന്ന് പറയാം. ആൻഡ് ഒരു സെല്ലറാണ് ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദേ ക്യാൻ എന്തൊക്കെ ചെയ്യാം, അവർക്ക് സെറ്റ് ഹയർ പ്രൈസസ് അല്ലെ, കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവർക്ക് ഹയർ പ്രൈസസ് സെറ്റ് ചെയ്യാം, റെസ്ട്രിക്ട് പ്രൊഡക്ഷൻ റെസ്ട്രിക്ട് ചെയ്യാം, ഔട്ട്പുട്ട് കുറയ്ക്കാം, പ്രിവെന്റ് കൺസ്യൂമേഴ്സ് ഫ്രം റീച്ചിങ് ദ കോൺട്രാക്ട് കർവ്, റെഡ്യൂസിങ് ഓവറോൾ വെൽഫെയർ. അതേപോലെ തന്നെ കോൺട്രാക്ട് കർവില് കൺസ്യൂമേഴ്സ് എത്തുന്നതിൽ നിന്ന്, കോൺട്രാക്ട് കർവിലുള്ള പോർഷൻ നിങ്ങൾക്ക് അറിയാം അത് പാരറ്റോ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒപ്റ്റിമൽ പോയിന്റ്സ് ആണ്. സോ അവിടെ എത്തുന്നതിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രിവെന്റ് ചെയ്യാം, അതുവഴി ഓവറോൾ വെൽഫെയർ റെഡ്യൂസ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോണോപോളിസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ് ഒരു വാട്ടർ സപ്ലൈ മോണോപോളി അല്ലെങ്കിൽ പവർ സപ്ലൈ മോണോപോളി ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ പബ്ലിക് യൂട്ടിലിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, സോ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ടാവും, ഹൈ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ ലോ മാർജിനൽ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനൊരു നാച്ചുറൽ മോണോപോളി ആക്കി മാറ്റുകയാണ്. ആൻഡ് നാച്ചുറൽ മോണോപോളി ആവണത്. ആൻഡ് പ്രൈവറ്റ് മോണോപോളി ആവുന്ന സമയത്ത് അതിന് എന്തുണ്ടാവും, ഹൈ പ്രൈസസ് ചാർജ് ചെയ്യാം, അതേപോലെ തന്നെ സപ്ലൈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്ലൈ കുറയ്ക്കാം. ഇതുവഴി എന്താവും, വാട്ടർ ഒരുപാട് പേർക്ക് അൺഅഫോർഡബിൾ ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു സമയത്ത് ഗവൺമെന്റ് എങ്ങനെയാണ് ഇന്റർവെൻ ചെയ്യേണ്ടത്, ഗവൺമെന്റ് റെഗുലേറ്റ് ദ പ്രൈസ് റെഗുലേറ്റ് ചെയ്യണം, എക്സസീവ് പ്രോഫിറ്റ് പ്രിവെന്റ് ചെയ്യണം, അതേപോലെ തന്നെ നാഷണലൈസ് സർവീസസിനെ നാഷണലൈസ് ചെയ്യുക, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യാം. ഓക്കെ, ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ പാറ്റന്റ് ഡ്രിവൻ മോണോപോളിക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു ലൈഫ് സേവിംഗ് ഡ്രഗ് പേറ്റന്റ് എടുക്കുകയാണ്, അതുവഴി അവർ അതിന് ഹയർ പ്രൈസ്
സെറ്റ് ചെയ്യാണ്. സോ ഈ സമയത്ത് എങ്ങനെയായിരിക്കണം പോളിസി റെസ്പോൺസ്? പ്രൈസ് ക്യാപ്പ് ചെയ്യണം. എസെൻഷ്യൽ മെഡിസിന് പ്രൈസ് ക്യാപ്പ് ഉണ്ടാക്കണം ഗവൺമെന്റ്. ഇനി വേറെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ മോണോപോളി പവർ ഇൻ ഗുഡ്സ് മാർക്കറ്റാ നോക്കിയേ. ഇനി മോണോപോളി പവർ ഇൻ ലേബർ മാർക്കറ്റ് നോക്കാം. ആ സമയത്ത് പറയാണ് കുറച്ച് ലാർജ് എംപ്ലോയേഴ്സ്, ഫ്യൂ ലാർജ് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു ജോബ് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാണ്. ആ സമയത്ത് അവരെന്ത് ചെയ്യാണ്, അതുവഴി അവർ വേജ് സപ്രസ് ചെയ്യാണ്. ഓക്കെ, എക്സാമ്പിൾ കൊടുക്കുവാണ് ടെക് ജയൻസ് കൺട്രോളിംഗ് ലേബർ മാർക്കറ്റ്. ഓക്കെ, ടെക് ജയൻസ് കൺട്രോളിംഗ് ലേബർ മാർക്കറ്റ്. അപ്പൊ സിറ്റുവേഷൻ വന്നിട്ട് ഒരു സപ്പോസ് ഇനി ഓൺലി 2 കമ്പനീസ് ആണുള്ളതെന്ന് വിചാരിക്കുക. ഹൈലി സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കമ്പനീസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പൈജി ഹാൻഡ്സെറ്റ്. അപ്പൊ അവിടെ എന്തുണ്ട്, ആ ഒരു മാർക്കറ്റിൽ ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്. ഈ ഒരു ജോബിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഫേം ഡിക്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്യാണ്, ലോവർ വേജ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ആണെങ്കിൽ പോളിസി റെസ്പോൺസ് എങ്ങനെയായിരിക്കണം? മിനിമം വേജ് ലോസ് ഉണ്ടായിരിക്കണം. ഫെയർ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം? മിനിമം വേജ് ലോസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലേബർ യൂണിയൻസ് ഉണ്ടായിരിക്കണം. ലേബർ യൂണിയൻസ് എന്തിനാ വേണ്ടിയിട്ട്? വർക്കേഴ്സിന് അവരുടെ ബെറ്റർ വേജിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ യൂണിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മളിപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ കണ്ടത് മോണോപോളി പവർ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് വരുന്നത് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സിന് നിങ്ങൾക്ക് അറിയാം, പബ്ലിക് ഗുഡ്സ് പ്യൂർ പബ്ലിക് ഗുഡ്സിന് മെയിൻ ആയിട്ട് 2 കാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാ. ഏതൊക്കെയാണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ റൈവൽറി. നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആരെയും നോ വൺ ക്യാൻ ബി പ്രിവെന്റഡ് ഫ്രം യൂസിങ് ദ ഗുഡ്, അല്ലെങ്കിൽ നോ വൺ ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ഫ്രം യൂസിങ് ദ ഗുഡ്. ആരെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നത്. നോൺ റൈവൽറി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു പേഴ്സൺ എന്തായിരിക്കും, ഒരു പേഴ്സന്റെ കൺസംഷൻ, ഒരാൾ കൺസ്യൂം ചെയ്ത് വെച്ചിട്ട് അത് വേറൊരാൾക്ക് അവൈലബിൾ ആയിരിക്കും ആ ഒരു ഗുഡിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്ത് ചെയ്യില്ല, റെഡ്യൂസ് ആവില്ല. ഓക്കെ, ഈ 2 കാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനുണ്ടാവുക, പബ്ലിക് ഗുഡിന് മെയിൻ ആയിട്ട് ഉണ്ടാവുക. സോ ദീസ് പ്രോപ്പർട്ടീസ് മേക്ക് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് മെക്കാനിസം ഇൻഎഫക്റ്റീവ് ഇൻ പ്രൊവൈഡിംഗ് പബ്ലിക് ഗുഡ് ആസ് ഇൻഡിവിജ്വൽസ് ഹാവ് ആൻ ഇൻസെന്റീവ് ടു ഫ്രീ റൈഡ്. സോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് മെക്കാനിസം ഇൻഎഫക്റ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവും, ഫ്രീ റൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഫ്രീ റൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ആ ഒരു പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് യൂസ് ചെയ്യാൻ, സർവീസ് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് പബ്ലിക് ഗുഡ്സിന്റെ കേസിൽ ഫെയിൽ ആവുന്നതെന്ന് നോക്കിയാലോ. പ്രൈവറ്റ് ഗുഡിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇനി ടിപ്പിക്കൽ എഡ്ജ്വർത്ത് ബോളി ബോക്സ് ഫോർ പ്രൈവറ്റ് ഗുഡ്, individuals trade based on their preferences and reach on efficient allocation through market pricing. ഒരു എഡ്ജ്വർത്ത് ബോളി ബോക്സ് എടുക്കുകയാണ് പ്രൈവറ്റ് ഗുഡിന്റെ കേസിൽ. അങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യുന്നത് അവരുടെ പ്രിഫറൻസിനനുസരിച്ചായിരിക്കും. എന്നിട്ട് ഒരു എഫിഷ്യന്റ് അലോക്കേഷനിൽ അവർ റീച്ച് ചെയ്യും. മാർക്കറ്റ് പ്രൈസിംഗിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് പ്രൈസിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർ ഒരു എഫിഷ്യന്റ് അലോക്കേഷനിൽ റീച്ച് ചെയ്യും. പക്ഷേ പബ്ലിക് ഗുഡ് നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യില്ല, അവരുടെ ട്രൂ വില്ലിംഗ്നെസ് ടു പേ റിവീൽ ചെയ്യില്ല. ദേ വിൽ നോട്ട് റിവീൽ ദർ ട്രൂ വില്ലിംഗ്നെസ് ടു പേ. ഇത്രയാണ് അവർ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളതെന്ന് അവർ റിവീൽ ചെയ്യില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? സിൻസ് ദേ ക്യാൻ എൻജോയ് ദ ഫ്രീ റൈഡ്, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരത് വില്ലിംഗ്നെസ് എത്രയാണെന്ന് പേ ചെയ്യാനുള്ള വില്ലിംഗ്നെസ് എത്രയാണെന്ന് അവർ റിവീൽ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കറിയാം പബ്ലിക് ഗുഡിന് എക്സാമ്പിൾ ലൈറ്റ് ഹൗസ്, നാഷണൽ ഡിഫൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഈ സമയത്ത് ഗവൺമെന്റിന്റെ റോൾ എങ്ങനെയായിരിക്കണം, പബ്ലിക് ഗുഡ് പ്രൊവിഷനിൽ ഗവൺമെന്റിന്റെ റോൾ എങ്ങനെയായിരിക്കണം? ഒന്ന് പറയുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ ആസ് എ പ്രൈസ് മെക്കാനിസം. സോ ടാക്സസ് എന്താണ്, ഒരു മാർക്കറ്റ് പ്രൈസിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ടാക്സ് ഇതാക്കണം. ടാക്സ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഈ ഒരു പബ്ലിക് ഗുഡ് പ്രൊവിഷന്റെ മേലെ ടാക്സ് ഈടാക്കണം. അതുവഴി ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, അവരുടെ പ്രിഫറൻസും അതുപോലെ തന്നെ അവരുടെ എബിലിറ്റി ടു പേയും എത്രയാണെന്ന് അവര് റിവീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ നോക്കുന്ന ഒരു ഇൻഎഫിഷ്യൻസി ലീഡ് ചെയ്യുന്ന ഒരു റീസൺ ആണ്, ഫാക്ടറാണ് എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റീസ് നിങ്ങൾക്ക് അറിയാം 2 ടൈപ്പാണ് വരുന്നത്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയും. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആവുന്ന സമയത്ത് എന്താണ്, ഒരാളുടെ ആക്ഷൻ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ആക്ഷൻ വേറൊരാളുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നെയ്ബർഹുഡ് ഗാർഡൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ പറയാം. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ ഒരാളുടെ ആക്ഷൻ കാരണം ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു കൺസ്യൂമറിന്റെ ആക്ഷൻ അത് വേറൊരാൾക്ക് അതേഴ്സിൽ കോസ്റ്റ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ട്രാഫിക് കൺജഷൻ, ഇതൊക്കെ പറയാം. സോ ഈ സമയത്ത് എങ്ങനെയായിരിക്കണം പോളിസി ഇന്റർവെൻഷൻ വേണ്ടത്? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യണം. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, സബ്സിഡീസ് കൊടുക്കണം. ഇതുവഴി എന്ത് ചെയ്യാം, പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും ഈക്വലൈസ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ പ്രൈവറ്റ് ബെനിഫിറ്റും സോഷ്യൽ ബെനിഫിറ്റും ഈക്വലൈസ് ചെയ്യിപ്പിക്കാം. ദെർബൈ മാർക്കറ്റ് എഫിഷ്യൻസി ഇംപ്രൂവ്സ്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു ലാസ്റ്റ്
പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക് ആണ് വരുന്നത് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷന്റെ കേസിൽ എങ്ങനെയാണ്. സോ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അസ്യൂം ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ദേ ഹാവ് എ പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ദേ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് ഫുൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ബീങ് എക്സ്ചേഞ്ച്. അവർക്ക് ആ ഒരു പെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യാണ്, അസംഷൻ ആയിട്ട് വരുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ കാരണം അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുവഴി എന്തുണ്ടാവും, മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയും ഫെയിലിയേഴ്സും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിന് ആ ഒരു ഫുൾ നോളജ് ഇല്ലെങ്കിൽ മാർക്കറ്റ്സ് എന്ത് ചെയ്യും, എങ്ങനെയൊക്കെയാണ് ഫെയിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വന്നിട്ട് അഡ്വേഴ്സ് സെലക്ഷൻ. സെലക്ഷൻ പറയുവാണെങ്കിൽ വെൻ വൺ പാർട്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് യൂഷ്വലി സെല്ലർ ആയിരിക്കും, സെല്ലറിനാണ് മോർ ഇൻഫർമേഷൻ ഉള്ളത്, അതോ പാർട്ടിനെയും കാട്ടും സെല്ലറിനാണ് മോർ ഇൻഫർമേഷൻ ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് മാർക്കറ്റിൽ എന്തുണ്ടാവും, ബാഡ് ക്വാളിറ്റി ഗുഡ്സ് ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂസ്ഡ് കാർ മാർക്കറ്റ്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന മോറൽ ഹസാർഡ് നോക്കിക്കേ. മോറൽ ഹസാർഡ് ആണെങ്കിൽ വെൻ ഇൻഡിവിജ്വൽസ് ടേക്ക് റിസ്കിയർ ആക്ഷൻസ് ബിക്കോസ് ദേ ഡു നോട്ട് ബിയർ ദ ഫുൾ കോൺസിക്വൻസസ് ഓഫ് ദിയർ ചോയ്സസ്. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാണ്, റിസ്കിയർ ആക്ഷൻസ് എടുക്കുകയാണ് ബിക്കോസ് അവരുടെ ചോയ്സിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് അവർക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഇൻഡിവിജ്വൽസ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൗണ്ടർ ഫീറ്റ് ഡ്രഗ്സ് ഇൻ ആൻ അൺറെഗുലേറ്റഡ് മാർക്കറ്റ് മേക്ക് കൺസ്യൂമേഴ്സ് സ്കെപ്റ്റിക്കൽ അബൌട്ട് പർച്ചേസിങ് മെഡിസിൻസ്. എന്തെങ്കിലും ഡ്രഗ്സ് അൺറെഗുലേറ്റഡ് മാർക്കറ്റിലൊക്കെ ഉള്ള ഡ്രഗ്സ് കാരണം എന്തുണ്ടാവാറുണ്ട്, ആളുകൾക്ക് ഈ ഒരു മെഡിസിൻ പർച്ചേസ് ചെയ്യുന്നതിൽ അവർക്ക് ഡൗട്ട്ഫുൾ ആവാറുണ്ട്. സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഗവൺമെന്റ് ഏജൻസീസ് ആയിട്ടുള്ള FDA USA അല്ലെങ്കിൽ IRDA ഇന്ത്യയിലുള്ള സെറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫർമേഷൻ ഫെയിലിയേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ IRDA ഉണ്ട്, ഇന്ത്യയിലുള്ളതാണ്. ഇൻഷുറൻസ് സെക്ടറിൽ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ട് ലോസ് ഉണ്ട്, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ലേബലിംഗിലൊക്കെ ഉണ്ട്. അതായത് ഫുഡ് പ്രോഡക്ട്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫുഡ് പ്രോഡക്ട്സ് എന്ത് ചെയ്യണം, അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെതർ ബ്യൂറോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സ് ട്രേഡേഴ്സിനൊക്കെ ഫോർകാസ്റ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി ടോപ്പിക്സ് പറയുവാണെങ്കിൽ എന്തൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു, പബ്ലിക് ഇക്കണോമിക്സ്, വെൽഫെയർ ഇക്കണോമിക്സ് തമ്മിലുള്ള കണക്ഷൻ, കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളൊരു SIC വരച്ചു, സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് വരച്ചു, പിന്നെ ഡിഫറെന്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ വന്നു, പാരറ്റോ എഫിഷ്യൻസി ആൻഡ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി. ഓക്കെ, എഡ്ജ്വർത്ത് ബോളി ബോക്സ് വെച്ച് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഗ്രാഫിക്കലി. പിന്നെ യൂട്ടിലിറ്റി, പോസിബിലിറ്റി, ഫ്രോണ്ടിയർ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടിന്റെ ഭാഗമായിട്ട് വെൽഫെയർ തിയറം 1 and 2 ഡിസ്കസ് ചെയ്തു. ദെൻ വന്നിട്ട് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ 3 ഡിസ്കസ് ചെയ്തു, കാൽഡർ, ഹിക്സ്, അതേപോലെ തന്നെ സ്കിറ്റോസ്കി. പിന്നെ വന്നിട്ട് ഫൈനലി നമ്മൾ ഈ ഒരു വെൽഫെയർ തിയറംസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓക്കെ, ഇക്കണോമിക്സിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിന് നമ്മൾ 4 സിറ്റുവേഷൻസ് നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു PYQ നോക്കുവാണെങ്കിൽ ഞാനൊരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിരിക്കുന്നത് PYQല്. ഒന്നാമത്തെ വരുന്നത് എന്താണ്, സ്റ്റേറ്റ് ദ 3 കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ്, എക്സ്പ്ലെയിൻ ഹൗ ബൈ കൺസിഡറിംഗ് ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എ സോഷ്യലി മോർ ഡിസൈർഡ് വെൽഫെയർ ലെവൽ ക്യാൻ ബി അറ്റൈൻ. ഓക്കെ, 3 കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെയാണ് വരുന്നത്, കാൽഡർ, ഹിക്സ്, അതേപോലെ തന്നെ മൂന്നാമത്തേതാണ് സ്കിറ്റോസ്കി. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി കൊടുക്കാം. ഓക്കെ, നന്നായിരിക്കും അത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ ബൈ കൺസിഡറിംഗ് ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയർ എ സോഷ്യലി മോർ ഡിസൈർഡ് വെൽഫെയർ ലെവൽ ക്യാൻ ബി അറ്റൈൻ. സോ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിങ്ങൾക്ക് അറിയാം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സെക്കൻഡ് വെൽഫെയർ തിയറത്തിന്റെ ബേസിസിലാണ്. ഓക്കെ, അതിന്റെ അണ്ടറിലാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു വെൽഫെയർ തിയറം വെച്ച് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, അവിടെ ഒരു പ്രത്യേകതയായിട്ട് വരുന്ന ഫസ്റ്റ് വെൽഫെയർ തിയറത്തിലാണ് നമ്മൾ എഫിഷ്യൻസിയിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പാരറ്റോ എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അറ്റൈൻ ചെയ്തത്. സെക്കൻഡ് വെൽഫെയർ തിയർ അല്ലെങ്കിൽ UPF പോയിന്റ്സ് എന്തായിരിക്കും, ഫെയർ ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി സോഷ്യലി മോർ ഡിസൈഡ് ലെവലായിട്ട് വരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ആ ഒരു തിയറി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻ ഓഫ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസ്. സോ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്, കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾസിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്, ഒന്നാമത്തെ വന്നിട്ട് എന്താണ്, ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്, അല്ലെങ്കിൽ ആക്ച്വലി ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ്
ഇത് റിയൽ വേൾഡിൽ ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് എന്താണ് കുറവാണ്. ഓക്കെ, തിയററ്റിക്കൽ ആയിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇനിക്വാലിറ്റി വൈഡൻ ചെയ്യിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ യൂട്ടിലിറ്റി കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ റോൾസിയൻ വെൽഫെയർ, വൈ ഇസ് ദ റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ ഇസ് എൽ ഷേപ്ഡ്? റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ എന്തുകൊണ്ടാണ് എൽ ഷേപ്പ് ആയിരിക്കുന്നത്? സോ അത് നിങ്ങൾക്ക് പറയാവുന്നത്, റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ എൽ ഷേപ്പ് ആവാനുള്ള കാര്യം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, വോസ് ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ വെൽഫെയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ വോസ് ഓഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഗെയിൻ ആയിട്ടുള്ള ആളുടെ വെൽഫെയർ എത്ര ഇൻക്രീസ് ചെയ്താലും സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യില്ല. സോ അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എൽ ഷേപ്പ് ആയതിന്റെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഇനി ഹൗ ഡസ് ദ സെക്കൻഡ് വെൽഫെയർ തിയറം എൻഫസൈസസ് സ്കോപ്പ് ഫോർ പോളിസി ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ്? എങ്ങനെയാണ് സെക്കൻഡ് വെൽഫെയർ തിയറം ഈ ഒരു പോളിസി ഇന്റർവെൻഷൻ, ഓക്കെ, പോളിസി ഇന്റർവെൻഷന്റെ സ്കോപ്പ് പറയുന്നത്? ഓക്കെ, സോ അത് വരുന്ന സമയത്ത് സെക്കൻഡ് വെൽഫെയർ തിയറത്തിൽ എന്താണ് പറയുന്നത്? സെക്കൻഡ് വെൽഫെയർ തിയറത്തിൽ നമ്മൾ പറയുന്നുണ്ട് റീഡിസ്ട്രിബ്യൂഷൻ അല്ലെ. നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള പാരറ്റോ എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് കോമ്പറ്റേറ്റീവ് ഇക്കണോമിയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഫെയർ ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഇനീഷ്യൽ എൻഡോമെന്റ്സിൽ റീഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആക്കണം. ആ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വഴിയാണ്. ഗവൺമെന്റ് ടാക്സ്, സബ്സിഡീസ്, ട്രാൻസ്ഫേഴ്സ് വഴി റീഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ഒരു അതാണ് പോളിസി ഇന്റർവെൻഷന്റെ സ്കോപ്പായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PYQൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.